അങ്ങനെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട കേരള കളക്ഷൻ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇനി നമുക്കറിയേണ്ടത് ദൃശ്യം 3യുടെ കേരള കളക്ഷൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ആ വീഡിയോ കാണാത്തവർക്ക് ഇന്നലത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 4,25,00,000 രൂപയായിരുന്നു. അങ്ങനെ ടോട്ടൽ കളക്ഷൻ 67,05,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ, എനിക്ക് തോന്നുന്നു കേരള കളക്ഷനേക്കാൾ കൂടുതൽ എല്ലാവർക്കും താല്പര്യം കർണാടകം, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, ഇവിടെ നിന്നൊക്കെ ഈ ദൃശ്യം എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ മലയാള ചിത്രം എത്ര നേടി, അത് എത്ര കോടിയായി എന്നൊക്കെ അറിയാനായിരിക്കും താല്പര്യം. കാരണം കേരള കളക്ഷനൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, വേൾഡ് വൈഡും ഒത്തിരി വരും. പക്ഷേ ഇത് കർണാടക ഇതൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം, അന്യസ്ഥലത്ത് നമ്മുടെ സിനിമ പോയി അവിടെ എന്ത് നേടി എന്നറിയാനുള്ള താല്പര്യം, അത് നമ്മുടെ മലയാളികൾക്കുള്ളതാണ്. നമുക്കത് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നതും ഇതൊക്കെ തന്നെയാണ്. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്തത് കേവലം 20 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെ 7,25,00,000 രൂപയിലാണ് തമിഴ്നാട് കളക്ഷൻ എത്തിയിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇന്നലെ പൊതുവെ എല്ലായിടവും കളക്ഷൻ കുറവായിരുന്നു. വേൾഡ് വൈഡ് നോക്കിയാലും കേരള കളക്ഷൻ നോക്കിയാലും സ്റ്റേറ്റ് വൈസ് നോക്കിയാലും എല്ലായിടും കളക്ഷൻ കുറവായിരുന്നു. അതുതന്നെ ഇവിടെയും കാണുന്നുണ്ട്. തെലുങ്കാന, പിന്നെ കർണാടകത്തിൽ നിന്ന് ഇന്നലെ 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 11,84,00,000 കർണാടക കളക്ഷൻ എത്തിയിട്ടുണ്ട്. കേരള കളക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു 4,25,00,000. പിന്നെ തെലുങ്കാന 20 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 8,21,00,000. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യ ബെൽറ്റിൽ നിന്ന് 9 ലക്ഷം രൂപ കളക്ട് ചെയ്തു. അങ്ങനെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5,53,00,000 എത്തി നിൽക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി തെലുങ്കാനയിൽ നിന്ന് 8,71,000 തമിഴ്നാട്ടിൽ നിന്ന് 7,25,000 കർണാടകത്തിൽ നിന്ന് 11,84,00,000 കേരളത്തിൽ 67,05,00,000 ഇന്ത്യ ബെൽറ്റിൽ നിന്ന് 5,53,00,000 ടോട്ടൽ കളക്ഷൻ. അങ്ങനെ ഇന്നലെ മാത്രമായിട്ട് കളക്ട് ചെയ്തത് 4,99,00,000 രൂപ മാത്രമാണ്. ഇന്ത്യ ഗ്രോഫ് ആയിട്ട് കാണിക്കുന്നത് 4,99,00,000 രൂപയാണ്. അതിൽ 4,25,00,000 കേരളത്തിൽ നിന്നാണ് എന്നുള്ളതും പ്രത്യേകം ഓർക്കുക. പിന്നെ ഇന്ത്യ ഗ്രോഫ് ഇന്നലെ കൊണ്ട് 100 കോടി പിന്നിടുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. 100 കോടിയുടെ ഒരു ഇതാണ് ഇന്ത്യ ഗ്രോഫ്. ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 100 കോടി പിന്നിടുന്ന ഒരു ലാലേട്ടൻ ചിത്രം കൂടി. ഓർഫീഫ് 100 കോടി ഇന്നലെ തന്നെ പിന്നിട്ടായിരുന്നു. 100 കോടിക്ക് മുകളിലായി ഓർഫീഫ് കളക്ഷൻ. ഇപ്പം ഇന്ത്യ ഗ്രോഫ് 100 കോടിയായി. പിന്നെ വേൾഡ് വൈഡ് 200 കോടിയും കിടക്കുന്നു ലാലേട്ടൻ ചിത്രം. ഇതൊക്കെയാണ് ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത. എല്ലാം 100 കോടിയൊക്കെ മയം, അല്ലേ? 100 കോടി 200 കോടി മയമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ത്യ ഗ്രോഫ് നോക്കുമ്പോൾ മനസ്സിലാകും. ഇതെല്ലാം ഫാക്ടിക്ക് പുറത്തു വന്ന റിപ്പോർട്ടാണ്. ഇതിനകത്ത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. പിന്നെയും കാത്തിരിക്കാം. ഏകദേശം കണക്കെല്ലാം ഏകദേശം ഒക്കെ ഒന്നായിരിക്കും. ട്രാക്കർമാരുടെയൊക്കെ ഏകദേശം കണക്കുകൾ ഒന്നായിരിക്കും. പിന്നെ പലരും ചോദിക്കുന്നു, ഈ ട്രാക്കർമാർ എന്ന് പറയുന്നത് അവർ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, ഷോയുടെ എണ്ണം, അതുപോലെ കയറിയ ആൾക്കാരുടെ എണ്ണം, ടിക്കറ്റിൻ്റെ നിലവാരം, ഇതെല്ലാം മനസ്സിലാക്കി അത് എത്ര രൂപ കളക്ട് ചെയ്യാൻ പറ്റും എന്ന് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ട്രാക്കർമാരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെങ്ങനെ കിട്ടുന്നു എന്നൊക്കെ. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പം പല ട്രാക്കർമാരുടെയും കണക്കുകളിൽ ചില വേരിയേഷൻ ഉണ്ടാകാം. എന്നാലും ആത്യന്തികമായി ഇതിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം കാത്തിരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.